ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാമേ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒടിഞ്ഞു വീണ മൂക്കാത്ത വിളയാത്ത ഒരു കുലയാണ്. ഇത് ഞാലിപ്പൂവിൻ്റെ കുലയാണ്. സാധാരണഗതിക്ക് ഇത് വെച്ച് ഒന്നുകിൽ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ തോരനാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുക. നമുക്കിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇതിൽ നിന്ന് കുറച്ച് കായെടുത്ത് കുക്കറിലിട്ട് 2 സ്റ്റീം വരെ വേവിച്ചെടുക്കാവുന്നതാണ്. അതിനെ തൊലി കളഞ്ഞ് സ്മാഷ് ചെയ്ത് വെക്കാം. അതൊരു 1/4 കപ്പോളം ഉണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1 കപ്പ് വറുത്ത അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിൻ്റെയും അങ്ങനെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് 1 കപ്പ് എടുത്ത് വെക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ബട്ടറും കുറച്ച് എള്ളും, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഈ ചപ്പാത്തി പരുവത്തിലേക്ക് കുഴച്ച് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കെടുത്ത് വെക്കാം. അതായത് ഒരു ചീടയുടെയും അല്ലെ അക്കുലുകുലുല്ലേ അതിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ചെറിയ ബോൾസ്. ഇങ്ങനെ തന്നെ വറുത്തെടുക്കാൻ ടേസ്റ്റാണ്. ഇനി അതല്ല എങ്കിൽ കൈയുടെ വെള്ളയിലേക്ക് ആ ചെറിയ ബോൾസിനെ വെച്ച് തമ്പും കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ ഒരു തട്ടയുടെയൊക്കെ ഷേപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ചീടയുടെ ഷേപ്പിൽ ഫോർക്ക് ഉപയോഗിച്ച് ആ ചീടയുടെ ഷേപ്പിലേക്ക് ആക്കുകയും ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന്, പിള്ളേർ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് നിങ്ങൾക്ക് എടുക്കാവേ. എന്നിട്ട് കുറച്ച് എണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. വെളിച്ചെണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നന്നായി മൂപ്പിച്ച് വറുത്തെടുത്തോണേ, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ പിള്ളേർ വൈകുന്നേരം ടീ ടൈം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേന് കുറിക്കാനും ഒക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഈ വെറുതെ ഈ കൊല കളയാനാണെങ്കിൽ ഒരു കാക്കയ്ക്ക് പോലും അത് വേണ്ട, കാരണം പഴുക്കാത്തത് കൊണ്ടേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്നാക്ക് ആകുമ്പം നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്നാക്ക് ഉണ്ടാക്കി എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുക. ഞാനിടുന്ന റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി. താങ്ക് യു.